ജ്യൂസ് കൊടുത്തു, കഴിച്ചില്ല. രാഹുൽ ഈശ്വർ ഇപ്പോഴും നിരാഹാരത്തിൽ. പറഞ്ഞത് വേറെ ആരുമല്ല, രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഹായ്, ഞാൻ സിബിയോറീസ്. തുള്ളി വെള്ളം പോലും കുടിക്കരുത്, ഒരു ഗ്ലാസ് വെള്ളം പോലും. 14 ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പേ ഡിവൈഫൈയുടെ പിള്ളേര് കളക്ട് ചെയ്ത് കൊണ്ട് തന്നെ പൊതിച്ചോറ് കിട്ടും. അപ്പൊ അത് കഴിച്ചിട്ട് അവിടെ വെച്ച് അത് അവസാനിപ്പിക്കാം, നിരാഹാരം അവിടെ അവസാനിപ്പിക്കാം. അതാണ് നല്ലത്. അത്രല്ല, പുരുഷ കമ്മീഷൻ ഉണ്ടാക്കാൻ നടക്കുന്ന ഇയാൾക്ക് വേണ്ടി ഇപ്പൊ സംസാരിക്കാനായിട്ട് ഒരു സ്ത്രീ വേണ്ടി വന്നു. ചിലപ്പോ ഒരു ഗ്ലാസ് പശുമൂത്രം കൊടുത്തോക്ക്, സവർണലല്ലേ, ചിലപ്പോ കുടിച്ചേക്കും. ഞാനെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നു? ഇവനിപ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണല്ലോ നിരാഹാരം കിടക്കുന്നത്. ഒരു മനുഷ്യൻ ചരിത്ര പോരാട്ടം നടത്തുമ്പോൾ ഒരു സംസ്ഥാനമാകെ ഒറ്റക്കെട്ടായി ഇങ്ങനെ അയാളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാക്കുക അവൻ എത്രത്തോളം വിഷമാണെന്ന്. അണ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം, അണ്ണൻ ഇപ്പൊ ഇനി അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയിൽ ഇനി ഇതും കൂടി ഉൾപ്പെടും. നിങ്ങൾക്ക് ജയിൽ നിയമങ്ങൾ അറിയാത്തതുകൊണ്ടാണ് നിങ്ങളൊക്കെ അവിടെ പോയിട്ട് നിരാഹാരം കിടക്കാൻ നിൽക്കുന്നത്. ഇവനെ പോലുള്ള മണ്ടന്മാരൊന്നറിയണം, ജയിലിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോ ജയിലിൽ നിരാഹാരം നടത്തുന്നതോ ജയിൽ കുറ്റകൃത്യമാണ്. അതായത് വകുപ്പ് 31 പ്രകാരം ഉപവാസം പോലെയുള്ള മതപരമായ ആചാരങ്ങൾ ഒഴികെയുള്ള ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ വകുപ്പ് 32 പ്രകാരം ഏതെങ്കിലും നിയമം, നിർദ്ദേശങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതിഷേധിച്ച് നിരാഹാരം നടത്തുന്നത് ജയിൽ കുറ്റകൃത്യമാണ്. മാത്രമല്ല, ജയിലിൽ നിരാഹാരം നടത്തുന്ന തടവുകാരനെ കാണാൻ സന്ദർശകരെ അനുവദിക്കുകയില്ല എന്നാണ് നിയമം.